ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും അല്ലാഹുവിനുള്ളതാകുന്നു. ഇങ്ങനെ പറയുന്നൊരു വിഭാഗം ആളുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്കാണ് ഉളുഹിയത്തിന് പണം നൽകാൻ സാധിക്കുക? അപ്പം നമ്മളിങ്ങനെ പോക്കറ്റ് നോക്കും, എന്നിട്ട് പറയാം, ഓ കഴിയൂലട്ടോ, എത്രയാ എനിക്ക് കടമുള്ളത്, ഈ കടക്കെ വീട്ടിട്ട് എങ്ങനെയാ ഇപ്പം ഞാൻ ഈ ഉളുഹിയത്തിന് കൊടുക്കുക? സഹോദരന്മാരെ മനസ്സിലാക്കുക, നമ്മൾ യാത്രകൾ പോകുന്ന ആളുകളാണ്. നമ്മൾ 2 മാസം കൂടുമ്പോഴെങ്കിലും വസ്ത്രം വാങ്ങുന്ന ആളുകളാണ്. നമ്മൾ നല്ല രൂപത്തിലൊരു വീട് വെച്ച ആളുകളാണ്. എല്ലാം ചെയ്ത് നമ്മൾക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു 10,000 രൂപ മുടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ 10,000 കൊണ്ട് നമ്മുടെ പള്ളിക്കോ കമ്മിറ്റിക്കാർക്കോ ഒന്നുമില്ലട്ടോ. ഇങ്ങനെ ചില ആളുകൾ സൂചിപ്പിക്കുമ്പോൾ പറയും, നല്ല ഉഷാറല്ലേ, പറയണ കേൾക്കാ, കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ, 10,000 കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, പെട്ടെന്ന് പറഞ്ഞൊരു സംഗതി ഒന്നല്ലല്ലോ. പെട്ടെന്ന് നമ്മോട് വന്നിട്ട് എടാ നാളെ 10,000 തരണം ഉദയത്തിനാണെന്ന് പറഞ്ഞ സംഗതിയല്ലല്ലോ. എല്ലാവർക്കും ബോധ്യമുള്ളൊരു സംഗതിയാണ്. വർഷത്തിലൊരിക്കൽ ദുൽഹിജ്ജ മാസത്തിൽ ബലിപെരുന്നാളിന്റെ ദിവസം എന്റെ മഹല്ലിൽ ബലികർമ്മം നടക്കും. ഒരു പോത്തിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഉരുനെ വാങ്ങാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതിൽ ഷെയർ ഇട്ടുകൊണ്ട് ഏറ്റവും ചെറിയ പൈസ 10,000 കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കണം. സഹോദരന്മാരെ, 2 മാസം മുമ്പ് ദിവസം ഒരു 200 രൂപ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് സാധ്യമാകും. ഇനിയും താമസമല്ല, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കുക, ആ കടം നമ്മൾ വീട്ടുക. ഇതിനാണ് സഹോദരന്മാരെ ത്യാഗം ചെയ്യാന്ന് പറയാം. ത്യാഗം ചെയ്യാം. ഒരു ത്യാഗമില്ലാതെ എങ്ങനെ ഞാൻ അത് കൊടുക്കാന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിനെ കബളിപ്പിക്കുന്ന ആളുകളായിട്ട് മാറാം. നിരാശപ്പെടാൻ പറയല്ല, സങ്കടപ്പെടാൻ വേണ്ടി പറയല്ല. നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാകണം, എങ്ങനെയാ ത്യാഗം ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറബി വരണം, ഒരു അറാബിയായിട്ട് ഒരാൾ വരണം. അദ്ദേഹം വന്ന്, ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അത് ഒനീമത്ത് സ്വത്ത്, അത് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ കയ്യിൽ ആ അറാബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വത്ത് കൊടുത്തേക്കാൻ, അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്വത്താണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് വാങ്ങിയിട്ട് റസൂലിന്റെ അടുക്കലേക്ക് വരാൻ. റസൂലേ, ഞാൻ ഈ സ്വത്ത് ലഭിക്കാൻ വന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, അല്ല. അപ്പൊ റസൂൽ പറഞ്ഞു, എന്തോ, ഇത് അധികാരപ്പെട്ടതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്ക് എടുക്കാം, തെറ്റില്ല, കുറ്റല്ല, സ്വർഗം നേടാൻ സാധിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, റസൂലേ, അദ്ദേഹത്തിന്റെ ഹൽക്കിലേക്ക്, അദ്ദേഹത്തിന്റെ തൊണ്ടയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, റസൂലേ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇവിടെ ഒരു അമ്പ് തറച്ചു കയറിയിട്ട് അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ മരണപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഞാനോ നിങ്ങളോ അള്ളാഹുവിന്റെ റസൂലുള്ള കാലത്താണ് ജീവിക്കുന്നത് എങ്കിൽ, അല്ല പോട്ടെ, ഞാനീ പറഞ്ഞല്ലോ, ഒരു 10,000 കൊടുക്കാൻ ത്യാഗം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ആ സ്വഹാബി റസൂലിനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു യുദ്ധസമയത്ത് അങ്ങനെ ഒരു അമ്പ് ഇങ്ങനെ തറച്ചു കയറണം, എന്നിട്ട് അങ്ങനെ ഞാൻ മരണപ്പെടണം. തൊട്ടടുത്തൊരു യുദ്ധം വന്നു. സ്വഹാബികൾ ഇങ്ങനെ ഒരാളെങ്ങനെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാ. അപ്പൊ ഒരു അമ്പ് ഇങ്ങനെ തറച്ചു നിൽക്കുന്നുണ്ട്. റസൂൽ ചോദിച്ചു, അയാളാണോ? ആ പറഞ്ഞ മനുഷ്യനാണോ? സ്വഹാബികൾ പറഞ്ഞു, സ്വദഖ്ത, അവരതിനെ സത്യപ്പെടുത്തി, അതാണ് എന്ന് പറഞ്ഞു. റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, സത്യം ചെയ്ത് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ, നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് യുദ്ധം ചെയ്ത മനുഷ്യനാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. സഹോദരന്മാരെ, ഇതാണ് ത്യാഗം. എനിക്കും നിങ്ങൾക്കുമുള്ള ത്യാഗം എന്താണ്? മാസം 30,000 15,000 മാസ ശമ്പളമുള്ള നമ്മൾ ഒരു മാസത്തേക്ക് വേണ്ടി, വർഷത്തിൽ ഒരു മാസത്തേക്ക് വേണ്ടി ഒരു 10,000 മാറ്റിവെക്കാൻ നമ്മൾ ഈ ദിവസം മുതൽ തയ്യാറാകണം. ഈ മാസത്തെ, ഈ ദുൽഹിജ്ജ മാസത്തിലെ ബലിപെരുന്നാളിന് നിങ്ങളെല്ലാം പണം കൊടുക്കണം. പണം കൊടുത്ത് അറിവ് നടത്തി പല ആളുകളിലേക്കും ആ മാംസം നമ്മൾ എത്തിക്കണം. അത് അള്ളാഹുവിന് ആവശ്യമുള്ള സംഗതിയല്ല, അള്ളാഹുവിന് നമ്മുടെ നിയ്യത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വർഷം അതിന് തയ്യാറാവുക. അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ തന്നെ തയ്യാറാകുക. കാശ്മീരിലേക്കും
വാഹനം വാങ്ങാനുമൊക്കെ, യാത്രകൾ പോകാനും വാഹനം വാങ്ങാനൊക്കെ വീട്ടിലൊരു കുറ്റി ഉണ്ടാക്കി അതിലിങ്ങനെ പണം നിക്ഷേപിക്കുന്ന നമ്മൾ നാളെ സ്വർഗത്തിലേക്ക് ഒരു ടിക്കറ്റ് ലഭിക്കാൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തമാശയാണ്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു നൽകണമെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ പണത്തിൽ നിന്ന് ചിലത് നമ്മൾ ചെലവാക്കൽ നിർബന്ധമാണ്. അതാണ് ത്യാഗം. അതാണ് നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ത്യാഗം. ഇതൊന്നുമില്ലാതെ ഓൻ കൊടുത്തല്ലോ എന്നുണ്ടാവും ഒരു പള്ളിയിൽ ഒരു 6 ആൾക്കാർ അല്ലെങ്കിൽ 7 ആൾക്കാർ, ഓല് മാത്രം കൊടുക്കുക, മരിക്കുവോളം കൊടുക്കുക ഓലെന്നെ. അത് പറ്റില്ല. നമ്മളുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നാളെ മലക്കുകൾ വന്ന് അല്ലാ തഖാഫു വലാ തഹ്സനു, എടാ പേടിക്കണടാ, ദുഃഖിക്കണടാ, നിനക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമുണ്ട് എന്ന് പറയണം സഹോദരന്മാരെ.